ബാൻഡ് 7 ജോബ് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എങ്കിലും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു, നീ സെലക്റ്റഡ് ആണ് ബാൻഡ് 7ലേക്കെന്ന്. പക്ഷേ ആ ബാൻഡ് 7 സെലക്ഷൻ വന്നെങ്കിലും ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കൂടെ 4-5 മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഞാൻ ജോലി ചെയ്യുന്നിടത്തെ തന്നെ രാജ്യക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കത് അധികം ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജോലി കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ദിവസങ്ങൾ പോകും തോറും ഓരോരോ പ്രശ്നങ്ങൾ എൻ്റെ മുകളിൽ വരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വെച്ചാൽ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിൽ തറയ്ക്കുന്നത്. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥന കാണും. ഞാൻ ബൈബിൾ തുറന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും എൻ്റെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഇത് ക്രോണിക് ഡിസീസ് സ്പെഷ്യലൈസ്ഡ് നഴ്സ് എന്നും പറഞ്ഞാണ്. കാരണം എല്ലാ പേഷ്യൻസിൻ്റെയും എല്ലാത്തരം ക്രോണിക് കണ്ടീഷൻസ് ഞാൻ മാനേജ് ചെയ്യണം, ഓഡിറ്റ് നോക്കണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം ഒരു സാറ്റർഡേ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു. പ്രഗ്നൻ്റ് ആണ്, ജയിലാണെന്ന് ഓർക്കണം, കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, 2-3 സെക്ടറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പെണ്ണുങ്ങളുടെ വിങ്ങിലാണ്. ഒരു പേഷ്യൻ്റ് വന്നു, അത് പ്രഗ്നൻ്റ് ആണ്, അവൾക്ക് കുഞ്ഞിനെ വേണ്ട, കളയണം. പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് മിഡ് വൈഫ് ഇല്ല, ആരുമില്ല അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. എനിക്ക് കൂടുതലൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ NMC ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നീ ഒരു അഡൽട്ടാണ്, നിനക്ക് തീരുമാനം എടുക്കാൻ പറ്റും, കൊച്ചിനെ കളയണോ വേണ്ടയോ എന്നുള്ളത് നിൻ്റെയാണ്, എനിക്കാരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ റിസ്ക് ഫാക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ദൈവം തന്ന ജീവനുമാണ്, അത് എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. അതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കാര്യം. എനിക്ക് നീ കളയരുത് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നോട് എതിർപ്പുണ്ടായിരുന്നവർ പറഞ്ഞു, ആ പേഷ്യൻ്റ് പോയ ഉടനെ തന്നെ എൻ്റെ മുന്നിൽ ബൈബിൾ ഉണ്ടെന്ന് ഓർക്കണം, എൻ്റെ മുന്നിൽ കമ്പ്യൂട്ടറുണ്ട്, അതിൻ്റെ മുന്നിൽ ഞാനും ബൈബിളും കമ്പ്യൂട്ടറും, റൂമിൽ ആരും ഉണ്ടാവില്ല കൺസൾട്ടേഷൻ ടൈമിൽ. പക്ഷേ പേഷ്യൻ്റ് പോയി. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് തിരിച്ചു വന്ന സമയമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിൻസി നിൻ്റെ മേലിൽ വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് കംപ്ലയിൻറ്റ്? പറഞ്ഞു, നിനക്ക് ഇനി ഈ സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ആണുങ്ങളുടെ വിങ്ങിൽ പോയി ജോലി ചെയ്യണം. നീ ഒരു പേഷ്യൻ്റ് പ്രഗ്നൻ്റ് വുമണിനെ നോക്കി അപ്പം നീ അതിനോട് കൊച്ചിനെ അബോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അത് എത്തിക്സിനെതിരാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ഏതാ ദിവസത്തെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കറിയാം NMC ഗൈഡ് ലൈൻസ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയാറില്ല. അവരുടെ ചോയ്സ്, അഡ്വൈസസ് നമ്മൾ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഫാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനായിട്ട്. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് 16 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അബോർഷൻ ബുദ്ധിമുട്ടാണ്, ടാബ്ലറ്റ്സ്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം. 2 ഡേയ്സ് വീക്കെൻഡ് ടൈമാണ് എനിക്ക് തന്നേക്കുന്നത്. എമർജൻസി കൺസൾട്ടേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ